ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ തേർഡ് സെഷൻ ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ SSC CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് റിമൈനിങ് ക്വസ്റ്റൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്നാൽ പെർസെൻറ്റേജിന്റെ ആ ഒരു ഇൻക്രീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർസെൻറ്റേജിന്റെ കമ്പാരിസണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇൻ ആൻ എക്സാമിനേഷൻ എ കാൻഡിഡേറ്റ് ഹാഡ് ടു സിറ്റ് for 3 papers A, B, and C. A candidate secured 75% marks in paper A, 80% marks in paper B, and 60% in paper C. അപ്പോൾ ഒരു എക്സാമിനേഷനിലുള്ള കാൻഡിഡേറ്റിന് 3 പേപ്പറാണ് എഴുതേണ്ടത്, എയും ബിയും സിയും. ഈ എയും ബിയും സിയിൽ ആ ഒരു കാൻഡിഡേറ്റിന് കിട്ടിയ പെർസെൻറ്റേജ് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എയിൽ 75%, ബിയിൽ 80%, and C-യിൽ 60% ആണ് കിട്ടിയിരിക്കുന്നത്. If the weightage assigned to paper A, B, and C were 40%, 50%, and 10% respectively. അപ്പോൾ യൂഷ്വലി നമുക്കിപ്പോൾ ഒരു ആവറേജ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ 300-ൽ ടോട്ടൽ എത്ര കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങ് എടുത്ത് 3 സബ്ജക്റ്റ് ആണെങ്കിൽ 3-നും കൂടി എത്ര കിട്ടിയിട്ടുള്ള ഒരു ആവറേജ് അല്ലെങ്കിൽ അതിനെ 100 കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ പെർസെൻറ്റേജ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓരോ സബ്ജക്റ്റിനും ഒരു സെപ്പറേറ്റ് പെർസെൻറ്റേജ് വെയിറ്റേജ് ആണ് കൊടുത്തേക്കുന്നത്, ഒരേപോലത്തെ വെയിറ്റേജ് അല്ല. ഫോർ എക്സാമ്പിൾ ഒരു 100% കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നിരിക്കുന്ന 40% വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ബിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 50%, ആൻഡ് സിയുടെ വെയിറ്റേജ് ജസ്റ്റ് 10% മാത്രമാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ 100% എന്നുള്ള ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വാല്യൂലേക്ക് വരുന്നത്. സോ അതാണ് ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100. ദെൻ ഫൈൻഡ് ദി weighted percentage of marks obtained by the candidate then when all the 3 papers were taken together. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റിന്റെ 100%-ൽ ആ ഒരു വെയിറ്റഡ് പെർസെൻറ്റേജ് എത്ര ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നേക്കുന്ന വാല്യൂസിനെല്ലാം തന്നെ ഇപ്പം ഈ 75, 80 ആൻഡ് 60 എന്ന് പറയുന്ന ഔട്ട് ഓഫ് 100 ആണ്. നമുക്ക് അതിനെ എല്ലാത്തിനും തന്നെ എന്തിലേക്ക് മാറ്റണം? ഈ പറഞ്ഞിരിക്കുന്ന വെയിറ്റേജിലേക്ക് മാറ്റണം. സോ മാറ്റാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു 75 എന്ന് പറയുന്ന ഔട്ട് ഓഫ് 100 ആണ്. ഒരു പ്രോപ്പർ പ്രോസസ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്രോച്ച് പറയുകയാണെങ്കിൽ 75 എന്ന് പറയുന്ന ഔട്ട് ഓഫ് 100 ആണ്. നമുക്ക് എത്രയല്ല വേണ്ടിയത്? 40-ലല്ല വേണ്ടിയത്. സോ ഇൻറ്റു എന്ത് ചെയ്യുക, 40 ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ട് ആ 70%-ന്റെ 75%-ന്റെ 40% കണ്ടുപിടിച്ചാലും മതി ആൻസർ കിട്ടാൻ വേണ്ടി. പക്ഷേ അതിന്റെ പ്രോപ്പർ അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 75 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ 40-ൽ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്. 75/100 ബിക്കോസ് 75 ഔട്ട് ഓഫ് 100-ലാണ്. അതിനെ 40-ലേക്ക് ആക്കാൻ ഇൻറ്റു 40. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പം നമുക്ക് അവിടുന്ന് ഈ ഒരു വാല്യൂസ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/4 എന്ന് വരും. ആൻഡ് ദെൻ ആ 4-ഉം ഇവിടുന്ന് ഈ ഒരു 4-ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് 30 എന്ന് വരും. സോ ഔട്ട് ഓഫ് 40 75% എന്ന് പറയുമ്പോൾ 30 ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ബിക്കോസ് ഈ 40 എന്ന് പറയുന്നത് നമ്മളൊരു 100 ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ 25 എന്ന് പറയുന്നതായിരിക്കും 10 ഇവിടുത്തെ 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 75 എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 ഔട്ട് ഓഫ് 40 എന്ന് പറയും. അല്ലെങ്കിൽ 75% എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയോ എടുക്കാം. 3/4 എന്ന് പറയുമ്പോൾ 4-ൽ 3. അങ്ങനെയാണെങ്കിൽ 40 അത് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. നമുക്ക് അങ്ങനെയും എടുക്കാം. ഇനി 80%, അപ്പോൾ നമുക്ക് ഇനി ഞാൻ സ്റ്റെപ്സ് ഒരുപാട് പോകുന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് പോകാം. നമുക്ക് ഇനി ഷോർട്ട് ആക്കാം അതിനെ. സോ 80%-നെ നമുക്ക് 50-ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 80%-നെ നമുക്ക് 50-ലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് 80-യുടെ പകുതി എടുത്താൽ മതി, 40. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഈ ഒരു വാല്യൂസിലാണ് അത് ഉദ്ദേശിക്കുന്നത്, ഔട്ട് ഓഫ് 100-ലല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി അതേപോലെ ഇവിടുത്തെ 60%-നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഔട്ട് ഓഫ് 10-ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 60-യുടെ 10% എടുത്താൽ മതി. അത് ഔട്ട് ഓഫ് അത് 6 എന്ന് വരുന്നുണ്ട്. 60 എന്ന് പറയുന്നത് 100-ലാണ്. അങ്ങനെയാണെങ്കിൽ 10-ൽ അത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ 6. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന അനുസരിച്ച് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 30 പ്ലസ് ആ ഒരു 40 പ്ലസ് നമുക്ക് ആ 6 ചെയ്യുമ്പോൾ നമുക്കത് ടോട്ടൽ 76% എന്ന് വരും ഔട്ട് ഓഫ് ദാറ്റ് 100, ഔട്ട് ഓഫ് ഈ ഒരു 100. സോ 76% ഔട്ട് ഓഫ് 100%. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നോക്കി ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ആ ഒരു റെഡിൽ എഴുതിയേക്കുന്ന ആ ഒരു ബ്ലൂവിൽ എഴുതിയേക്കുന്ന മാത്രമാണ് കുറച്ചെങ്കിലും കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് അത്രയും പോലും ലെന്തി ആവാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്പെൻഡ് 25% ഓഫ് ഹിസ് ഇൻകം ഓൺ ഗുഡ്സ് ഓഫ് ഡെയിലി യൂസസ്. Furthermore, he spent 18% of the rest on house rent and 16% of the rest on travel. After that, only rupees 861 is left with him.
വാട്ട് ഈസ് ഹിസ് സാലറി. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സിന്റെ കൺസെപ്റ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ട് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെർസെൻറ്റേജിന്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഒരു ടൈപ്പാണ് ഇത്, ആൻഡ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പേഴ്സൺ 25% ഓഫ് ഹിസ് ഇൻകം ആണ് ഡെയിലി യൂസസിന് വേണ്ടി ചെലവാക്കുന്നത്. പക്ഷെ ചോദിച്ചേക്കുന്നത് ഇൻകം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആള് 25% ചെലവാക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി എത്ര ആയിരിക്കും ഉള്ളത്? ബാക്കി ഇൻകത്തിന്റെ 75% ആയിരിക്കും പിന്നുള്ളത്. ഇനി അതിനുശേഷം ആള് ബാക്കി ഉള്ളതിന്റെ 18% ആണ് റെന്റിന് വേണ്ടി ചെലവാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ പെർസെൻറ്റേജ് ആഡ് ചെയ്തെടുക്കില്ല. 25 + 18 + 16 എടുക്കല്ല. ഓഫ് ദി റെസ്റ്റ് അല്ലെങ്കിൽ ഓഫ് ദി റിമൈനിങ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ ആഡ് ചെയ്ത് എടുക്കല്ല. ബാക്കി ഉള്ളതിന്റെ 18% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് ഇതാണ്. അതിന്റെ 18% ചെലവാകുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? 82% ആയിരിക്കും. സോ ഫർദർ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഒരു 18% റെന്റിന് പോയതിനു ശേഷം ദെൻ വീണ്ടും 16% ഓഫ് ദി റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ 16% ആണ് ട്രാവലിന് സ്പെൻഡ് ചെയ്യുന്നത്. 16% ട്രാവലിന് സ്പെൻഡ് ചെയ്തതിനു ശേഷം ബാക്കി എത്ര ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 16% ചെലവാക്കിയാൽ പിന്നെ ബാക്കി എത്ര ആയിരിക്കും ഉള്ളത്? 84% ആയിരിക്കും പിന്നെ ബാക്കിയുള്ളത്. ആൻഡ് ആ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാണ് എത്രയെന്ന് പറയുന്നത് നമുക്ക് 861 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഓഫ് ദി റെസ്റ്റ് അല്ലെങ്കിൽ ഓഫ് ദി റിമൈനിങ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ആഡ് ചെയ്യല്ല. നമ്മൾ എപ്പോഴും അതിനെ 100 നിന്ന് കുറച്ചിട്ടായിരിക്കണം എടുക്കേണ്ടത്. നിങ്ങൾ കാണാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്. അവിടെ എന്ത് പെർസെൻറ്റേജ് പറയുന്നു അതിനെ 100 നിന്ന് കുറച്ചതിന് ശേഷം ഇൻറ്റു ഇട്ട് മാത്രം എടുത്താൽ മാത്രം മതി. നമുക്ക് അവസാനം തന്നിരിക്കുന്ന റിമൈനിങ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുന്ന രീതിയിൽ അതിനെ എടുത്തു പോവാം. അപ്പോൾ ആദ്യമേ ഇൻകം ഉണ്ടായിരുന്നു, അതിന് 25 ചെലവാക്കിയപ്പോൾ 75 ഉണ്ടായിരുന്നു. ഇതാണ് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ അതിന്റെ 18 ചെലവാക്കി, അങ്ങനെയാണെങ്കിൽ പിന്നെ 82 ആയിരിക്കും ബാക്കിയുള്ളത്. പിന്നെയും ഇൻറ്റു ഇട്ട് ബാക്കിയുള്ളത് ഇതാണ്. ഇതിന്റെ 16 ചെലവാക്കിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് 84 ആണ്. ബാക്കി എടുക്കാൻ കാരണം നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ബാക്കിയാണ് തന്നേക്കുന്നത്. ₹861 ഈസ് ലെഫ്റ്റ്, ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ബാക്കി എടുത്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇനി നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന്. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു 75% എന്നുള്ളതിനെ നമുക്ക് 3/4 എന്നങ്ങ് ആക്കാൻ പറ്റും. സോ ഇത് നമുക്ക് 3/4 എന്നാകും. നമുക്ക് ഇവിടുന്ന് 84ഉം 861ഉം അപ്പോൾ 84 21 നമുക്ക് ഇതിനെ 21 വെച്ച് ക്യാൻസൽ ചെയ്യാം. 21 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈംസ് ക്യാൻസൽ ആകും. ഇതിനെയും 21 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 and 1 41 ടൈംസ് ആയിരിക്കും അത് വരുന്നത്. ഇനി 41ന്റെ ഡബിൾ ആണ് 82 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതൊരു 2 ടൈംസ് എന്ന് എടുക്കാൻ പറ്റും. സോ ഇവിടുന്ന് ഈ 4ഉം ഈ 75% എന്ന് പറഞ്ഞാൽ 3/4. സോ അതിന്റെ താഴത്തെ 4 കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇനി ഇവിടെ റിമൈനിങ് ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പെർസെൻറ്റേജ് പോയി. നമ്മുടെ ഇവിടെ നിന്ന് ഇനി ബാക്കിയുള്ളത് ആ ഒരു 3 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇവിടെ നിന്ന് ഈ ഒരു പെർസെൻറ്റേജും ആ ഒരു 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പെർസെൻറ്റേജ് ബാക്കിയുണ്ട്. സോ ഇതൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇൻകം ഈക്വൽ ടു ആദ്യം തന്നെ ഈ ഒരു 2% വാല്യൂസിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് നമുക്ക് 10,000 വരും. 200 സോ 10,000 ഡിവൈഡ് ബൈ ഇനി ഇവിടെ ബാക്കിയുള്ള വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ 3 × 2. സോ നമുക്ക് 2ഉം ഇവിടുത്തെ ഒരു 10 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 5 എന്ന് വരും. 5നെ നമ്മൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ ആ ഒരു 3 0 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കത് 1,666.66 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് 1,666.66 ആണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാൽക്കുലേഷൻ ഒന്ന് വളരെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ ജനുവരി 2022 Kriti paid an EMI which was 22% of her monthly salary. She spent the remaining salary. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് ദി റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് വരുന്നത്. She spent the remaining salary on shopping of groceries and clothes in the ratio 7:5. അപ്പം അതിനുശേഷം ബാക്കിയുള്ള സാലറിനെ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ചെലവാക്കുന്നത്, ഗ്രോസറീസും ക്ലോത്ത്സിനും. ആൻഡ് ആ ഗ്രോസറീസും ക്ലോത്ത്സിന്റെയും ആ ഒരു ഷോപ്പിംഗിന്റെ റേഷ്യോ 7:5 ആണ്. ഷീ സ്പെൻഡ് ₹18,200 ഓൺ ഷോപ്പിംഗ് ഓഫ് ക്ലോത്ത്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള പൈസയെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ചെലവാക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് ക്ലോത്ത്സിന് വേണ്ടി ചെലവാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനം ചോദിക്കുന്നത് ഇഫ് ഇൻ ഫെബ്രുവരി 2022 her salary increased by 16% and what was her salary in February എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
ആളുടെ ഈ ഒരു ജനുവരിയിലെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്ന മൊത്തം. എന്നിട്ട് അവസാനം ചോദിച്ചേക്കുന്ന ഫെബ്രുവരിയിൽ ആളുടെ സാലറി 16% കൂടുന്നുണ്ടെങ്കിൽ ആ പുതിയ സാലറി, ആ കൂടിയ സാലറി എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഒറിജിനൽ സാലറി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ 16% കൂടി ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ എടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഒന്ന് എടുക്കാം. ആദ്യമേ ആളുടെ ഒരു ഇൻകം ഉണ്ട്, ആ ഒരു ഇൻകത്തിൽ നിന്ന് 22% ആണ് EMI അടയ്ക്കുന്നത്. സോ 22% അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര പെർസെൻറ്റേജ് കാണും, 78% കാണും. ഇനി ഇൻറ്റു അതിനുശേഷം ആള് ബാക്കിയുള്ള എമൗണ്ട്, ഇതാണ് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇൻകത്തിന്റെ 78% ആണ്. ഇനി ബാക്കിയുള്ളത് അതിനെയാണ് 7:5 ചെലവാക്കുന്നത് ഗ്രോസറീസിനും ക്ലോത്ത്സിനും വേണ്ടി. ആൻഡ് തന്നിരിക്കുന്നത് ക്ലോത്ത്സിന് വേണ്ടി ചെലവാക്കിയത്. അങ്ങനെയാണെങ്കിൽ ക്ലോത്ത്സിന് വേണ്ടി ചെലവാക്കിയത് 7 ഉം 5 5 ആണ് ക്ലോത്ത്സിന് ചെലവാക്കിയ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 5/7 ഉം 5 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 12 എന്ന് വരും. ഇപ്പൊ മൊത്തം 12-ൽ 5 ആണ് ക്ലോത്ത്സിന് ചെലവാക്കിയത്. മൊത്തം 7 + 5 12-ന്റെ 7 ആണ് നമുക്കവിടെ ഗ്രോസറീസിന് വേണ്ടി ചെലവാക്കിയത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ക്ലോത്ത്സിന് വേണ്ടി ചെലവാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 12-ൽ 5 എടുത്തിരിക്കുന്നത്. ആൻഡ് ആ 12-ലെ 5 എന്ന് പറയുന്നതാണ് ഈ ബാക്കിയുള്ള പൈസയുടെ 5 ഔട്ട് ഓഫ് 12 എന്ന് പറയുന്നതാണ് നമ്മുടെ ആ തന്നിരിക്കുന്ന 18,200 എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ആ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 16% എടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ഇതൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്തെടുക്കണം. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനെ പ്രോപ്പർലി സോൾവ് ചെയ്ത് പോകാം. ഇൻകം ഇൻറ്റു 78% എന്ന് പറഞ്ഞാൽ 78/100 ആണ്. ഇൻറ്റു 5/12 ഈക്വൽ ടു 18200. സോ നമുക്ക് ഒന്ന് ക്യാൻസൽ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ 5ഉം ഈ ഒരു 100ഉം ക്യാൻസൽ ചെയ്താൽ 20 എന്ന് വരും. നമുക്ക് ഈ 2ഉം ഈ 78ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇത് 39 എന്ന് വരും. നമുക്ക് 39ഉം ഈ ഒരു 12 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4 ടൈംസ് നമുക്ക് 3 വെച്ച് എടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു 13 ടൈംസ് എന്ന് വരും. ഇനി 13ഉം നമ്മുടെ ഈ ഒരു 182 കൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 13 130ഉം 42ഉം, അപ്പോൾ എന്ന് പറയുമ്പോൾ 10 ടൈംസും 4 ടൈംസ് 14 ടൈംസ് ആണ് അതെന്ന് പറയുന്നത്. സോ അത് നമുക്ക് കിട്ടും. സോ ഇനി ബാക്കിയുള്ള റിമൈനിങ് വാല്യൂസ് എല്ലാം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു 14 ഉണ്ട്, 2 0 ഉണ്ട്. ഇൻറ്റു നമുക്കിവിടെ ബാക്കിയുള്ളത് ഇവിടെ ഒരു 0യും ഇവിടെ ഒരു 4ഉം ബാക്കിയുണ്ട്, എന്ന് പറഞ്ഞാൽ 40 ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 14 × 4 ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു 3 zeros. അപ്പോൾ 14 × 4 എന്ന് പറയുമ്പോൾ നമുക്കത് 56 എന്ന് വരും. പിന്നെ നമുക്കതൊരു 4 zeros, 3 zeros കൂടി വരും. സോ ഇതാണ് ആളുടെ ഇൻകം എന്ന് പറയുന്നത്, ജനുവരിയിലെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ആളുടെ ഈ ഒരു ഇൻകം ഫെബ്രുവരിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 5,6,000 അതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ ആ 5,6,000 തന്നെ 16% കൂടി എടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമുക്ക് അതൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു പെർസെൻറ്റേജും ഈ ഒരു 2 zeros ക്യാൻസൽ ആകും. നമുക്ക് ആ ഒരു 5,6,000 പ്ലസ് നമുക്ക് അവിടെ ആ ഒരു 560 × 16 എന്ന് വരും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ആൻസറിന്റെ അവസാനം 0 ആയിരിക്കും വരാൻ പോകുന്നത്. എല്ലാ ഓപ്ഷനിലും 0 ഉണ്ട്. അത് കൂടാതെ 0 തൊട്ട് മുമ്പേ വരുന്ന നമ്പർ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6 × 6 36 ആണ് വരാൻ പോകുന്നത്, എന്ന് പറഞ്ഞാൽ 6 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ 0-ന് തൊട്ട് മുമ്പ് 6 വരുന്ന ഓപ്ഷൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഡി ആണുള്ളത്. അപ്പോൾ ഡി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്കത് ഓപ്ഷൻ വെച്ച് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ആൻസർ ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾ എപ്പോഴും ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എടുക്കാൻ നോക്കില്ല. എപ്പോഴും ഇതേപോലെ ഓപ്ഷൻസിനെ യൂസ് ചെയ്യുക ആൻസേഴ്സ് പറിക്കാൻ വേണ്ടി. നമുക്ക് അവിടെ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 0 വരും. യൂണിറ്റ് ഡിജിറ്റിന്റെ തൊട്ട് മുമ്പിലുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. ഓപ്ഷനിൽ ഒരു ഓപ്ഷനിൽ മാത്രമേ അവസാനം 6 വരുന്നുള്ളൂ, അല്ലെങ്കിൽ 0-ന് തൊട്ട് മുമ്പ് 6 വരുന്നുള്ളൂ. സോ ആൻസർ നമുക്ക് അതായിരിക്കും. സോ ആൻസർ 64960 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, John got 20% marks in an examination and fails by 10 marks. ജോണിന് 20% മാർക്സ് ആണ്, ടോട്ടൽ മാർക്കിന്റെ 20% ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ ഇൻറ്റു 20, അപ്പോൾ 20% കിട്ടിയാലും ആൾ എന്ത് ചെയ്യുന്നുണ്ട്, 10 മാർക്കിന് ഫെയിൽ ആയി പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 10 മാർക്ക് കൂടി കൊടുക്കുകയാണെങ്കിൽ ആൾ പാസ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ ജാക്ക് got 35% marks which were 20 marks more than the minimum passing mark. സോ ജാക്കിന് ടോട്ടൽ മാർക്കിന്റെ 35% കിട്ടുന്നുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് ശരിക്കും പാസ് മാർക്കിനേക്കാളും 20 മാർക്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 20 കുറച്ചാൽ പാസ് മാർക്ക് എത്രയാണെന്ന് കിട്ടും. ആൻഡ് ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും സോൾവ് ചെയ്തെടുക്കുമ്പോൾ അവിടെ ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20യും
35 കൂടി മൈനസ് ചെയ്യുമ്പോൾ 15 എന്ന് വരും. സോ 15% ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ 20 + 10 30 എന്ന് കിട്ടും. നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം കാണാൻ പറ്റും, ആ 15ന്റെ ഡബിൾ ആണ് 30 എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് എത്ര ആയിരിക്കും? 200 ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു 15ന്റെ ഡബിൾ ആണ് 30 എങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 200 ആയിരിക്കും. സോ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന അതല്ല, ചോദിച്ചിരിക്കുന്ന മിനിമം മാർക്ക് പാസ് ആവുന്നത്, മിനിമം മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാസ് ആവാനുള്ള മിനിമം മാർക്കിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പെട്ടെന്ന് ആൻസർ പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു 30 എന്ന് പറയുന്ന ടോട്ടൽ മാർക്കിന്റെ 15%, 30യുടെ പകുതിയാണ് 15. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ടോട്ടലിന്റെ 20%, പിന്നെ 10 മാർക്ക് കൂടി കിട്ടുമ്പോഴാണ് ആൾ പാസ് ആവുന്നത്. അപ്പോൾ 10ന്റെ പകുതി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5% ആയിരിക്കും. ഇവിടുത്തെ ഒരു ആംഗിളിൽ പറയുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ 20യും 5% കൂടി ചേർന്ന് 25% ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ പ്രോപ്പർലി ചെയ്ത് നോക്കാം. പ്രോപ്പർലി ചെയ്യാൻ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്താൽ മതി. ഒന്നുകിൽ ഈ കണ്ടീഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ എടുക്കാം, നിങ്ങൾ ഇഷ്ടമുള്ള കണ്ടീഷൻ എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ആ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 200 ആണ്, അതിന്റെ 20% + 10. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ, 2 × 2 4 ആൻഡ് 0 + 10. നമുക്ക് ആ ഒരു പാസ് മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്ന ഈ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ പാസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി 50 ബൈ ടോട്ടൽ മാർക്ക് 200 × 100 ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പെർസെൻറ്റേജും ഇതും 0 ക്യാൻസൽ ആവും. 50/2 നമുക്ക് 25 ആൻസർ വരും. നോക്കിയേ, അത് നമുക്ക് അത്രയും ചെയ്യാതെ തന്നെ പറയാൻ പറ്റും. ബിക്കോസ് ഇവിടുത്തെ വാല്യൂസും പെർസെൻറ്റേജും നോക്കിക്കഴിഞ്ഞാൽ മാർക്ക്, ഇവിടുത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിന്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ 15% എന്ന് പറയുന്നത് 30 മാർക്സ്. 100% എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്ക്, 100% എന്ന് പറഞ്ഞാണ് 200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 20%ഉം മാർക്ക് കിട്ടിയ 10 മാർക്കിനെ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ 10 മാർക്ക് കൂടി കൊടുത്താൽ പാസ് ആവുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ 5% കൂടി കൊടുത്താൽ പാസ് ആവും. സോ 20ഉം ആ 5 കൂടി ചേരുമ്പോൾ 25. നമുക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ ആൻസർ 25% വരും. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ എടുത്തും ചെയ്ത് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിൽ കഴിഞ്ഞ വർഷത്തെ CGL ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിൽ ചോദിച്ചിരുന്നത്. നമ്മൾ പഠിച്ചുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പല മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ഈ ഷോർട്ട് കട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പലതവണ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് മന്ത്ലി ഇൻകം ഓഫ് എ പേഴ്സൺ വാസ് 12,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് വാല്യൂസ് കൊടുത്തേക്കുന്നത്. 12,000 ആൻഡ് ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് 8,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുടെ സേവിങ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4,000 ആയിരിക്കും. ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എത്ര വരും? 2 എന്ന് വരും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഷോർട്ട് കട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആ 2 എടുക്കുന്നത്. ഇനി പറയുന്നത് ഇൻകം ഇൻക്രീസ് ആവുന്നത് 10% ആണ് ഇൻക്രീസ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുന്നത് 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ സേവിങ്സ് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആവുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് +1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ്. ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ സേവിങ്സിൽ വന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫോർമുല അറിയാവുന്ന ഒരാൾ ഫോർമുല എഴുതത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സോ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിന്റെ റേഷ്യോ 2 ആണെന്നുള്ളത് നമ്മൾ നേരത്തെ എടുത്തു. സോ 2 + 1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് 10% ആണ്. നമ്മൾ 10 എന്ന് മാത്രം എടുത്താൽ മതി, പെർസെൻറ്റേജ് എടുക്കണ്ട. എഗെയിൻ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എത്രയാണ്? 8 ആണ്. സോ 3 × 10 30 മൈനസ് 2 × 8 16. 30 - 16 നമുക്ക് 14% എന്ന് വരും. സോ സേവിങ്സിൽ വന്ന ആ ഒരു ഇൻക്രീസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 14%, 14% വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ചെറിയ സൊല്യൂഷൻ ആണ് അതിന് വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. സോ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഇതിന് മുമ്പ് ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കണ്ടവർക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉറപ്പായിട്ടും അറിയാമായിരിക്കും. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോസ് കണ്ടു നോക്കാം. ബിക്കോസ് നമ്മൾ നേരത്തെ പഠിച്ചുള്ള ഷോർട്ട് കട്ട്സ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ വർഷത്തെ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുമ്പോഴും ഓരോ പുതിയ എക്സാം, CGL ആയിക്കോട്ടെ, CSL ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഓരോ എക്സാംസും ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് അതേ ഷോർട്ട് കട്ട്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ നമുക്കത് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, റിപ്പീറ്റ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അത് മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും വരുന്ന എക്സാംസ് നല്ലപോലെ അതിനെ അപ്ലൈ ചെയ്യാനും നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
സോ ഈ ഒരു സെഷനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ഒരുപാട് പേര് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് തന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റിന്റെ ഡിസ്കഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ പെർസെൻറ്റേജിന്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ CGL 2023 മൊത്തം 36 ക്വസ്റ്റൻ ആണ് പെർസെൻറ്റേജിന് ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ നമ്മളിപ്പോൾ 15 കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ റിമൈനിങ് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. വരായിരിക്കുന്ന ഫ്യൂച്ചർ നമ്മുടെ SSCയുടെ എക്സാംസിനും റെയിൽവേ എക്സാംസിനും ഒക്കെ തന്നെ അത് ഹെൽപ്പ് ചെയ്യും. സോ വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ ഇതേപോലത്തെ പെർസെൻറ്റേജിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഞാൻ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, ഇനിയുള്ള സെഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്